വലാ സിറാജിൻ, സൂര്യനിലുമില്ല ചന്ദ്രനിലുമില്ല വിളക്കെത്തിച്ചാലുമില്ല. അപ്പൊ ഒരു നിലക്കും മുത്തുനബിക്ക് നേരില്ലാത്തത് എന്തുകൊണ്ടാ? പല കാരണങ്ങൾ. പ്രധാനപ്പെട്ട കാരണമായിട്ട് സലഫു സ്വാലിഹീങ്ങൾ പറഞ്ഞ ഇല്ലത്ത് കാരണം ലിഅന്നഹു നൂറുൻ, മുത്തുനബി അലൈഹിസ്സലാം വലിയ നൂറുൻ എന്നാ പറഞ്ഞത്, പെരുന്നൂറ്. അതിന്റെ യാഥാർത്ഥ്യം തിരിയാത്തൊരു നൂറ്, ഹഖീഖത്ത് തിരിയാത്തൊരു നൂറ്, അതാ നൂറുന്നാ പറഞ്ഞത്. ലിഅന്നഹു നൂർ എന്നല്ല പറഞ്ഞത്, ലിഅന്നഹു നൂറുൻ, നമുക്ക് തിരിയാത്തൊരു നൂറാണ് മുത്തുനബി. ആ നൂറ് സഹിക്കാൻ, ആ നൂറിനെ താങ്ങാൻ സൂര്യനോ ചന്ദ്രനോ അർശനോ കുർസിയുനോ ഒന്നിനും സാധിക്കൂല. ഈ ആശയം തന്നെയാണ് ഖസായിദുൽ വിത്രിയുടെ പല ഭാഗത്തുള്ളത്. മരീദുൽ മഅസി ഫീ യദൈക ഇലാജുഹു ഫഅജ്ജിൽ ഇലാജി ഇന്നനി ലസഖീമു. ഉണ്ടോ? എല്ലാവർക്കും തിരിയണ ഭാഷ. നബിയെ, ഞാൻ തെറ്റുകൾ ചെയ്തുകൊണ്ട്, വലിയ ദോഷങ്ങൾ ചെയ്തുകൊണ്ട്, ദോഷങ്ങളുടെ രോഗിയാണ്, ദോഷരോഗിയാണ് ഞാൻ. എന്റെ രോഗം ദോഷങ്ങൾ ചെയ്യാനാ. ദോഷം ചെയ്യാൻ എനിക്ക് കഴിയുന്നുള്ളൂ. ദോഷങ്ങൾ എന്നിൽ വന്നു പോകുന്നു, അത് പൊറപ്പിക്കാൻ വഴിയും കാണുന്നില്ല. മരീദുൽ മഅസി, രോഗങ്ങളുടെ ദോഷങ്ങളുടെ രോഗി. ആ രോഗിക്കുള്ള മരുന്ന് ഫി യദൈക ഇലാജുഹു, അങ്ങയുടെ കയ്യിലുണ്ട്. ഫഅജ്ജിൽ ഇലാജി, എന്റെ ചികിത്സ, എനിക്കുള്ള മരുന്ന് ഒന്ന് എളുപ്പം തരണം. ഇന്നനി ലസഖീമു, ഞാൻ കുറെ കാലമായി രോഗിയായി നിൽക്കുന്നു. അങ്ങനെയുള്ള പ്രേമങ്ങൾ ഒഴുകുന്ന വരികൾ എല്ലാവർക്കും തിരിയുന്ന ഭാഷയിൽ എഴുതിയ ഒരു കവിതയാണ് ഖസായിദുൽ വിത്രിയ. അവസാനം അവർ പറഞ്ഞു വെച്ചത് യമീനം ബിറബ്ബി ഇന്ന ഖൽബി യുഹിബ്ബുഹു വദാക റജായി ഫിൽ മമാതി വഫിൽ മഹിയാ. ഞാൻ റബ്ബനെ കൊണ്ട് സത്യം വെച്ച് പറയുന്നു, എന്റെ കൽബ് മുത്തുനബിയെ സ്നേഹിക്കുന്നുണ്ട്. ഒരാളങ്ങനെ കൽബിൽ ഇല്ലാത്തത് സത്യം വെച്ച് പറയുന്നു പറഞ്ഞാൽ അപ്പ കാഫിറാവും. അള്ളാഹ്ക്കറിയാം എന്നൊരാൾ പറഞ്ഞാൽ, എന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ട് എന്ന് അള്ളാഹ്ക്കറിയാം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാ പറഞ്ഞതെങ്കിൽ കാഫിറാവുന്നതാണ് അയിമത്ത് പറയുന്നത്. യമീനം ബിറബ്ബി ഇന്ന ഖൽബി യുഹിബ്ബുഹു, എന്റെ കൽബ് ഇഷ്ടപ്പെടുന്നുണ്ട്, മുത്തനബിയെ മഹബത്ത് വെക്കുന്നുണ്ട്. വദാക റജായി, അതാണ് എന്റെ പ്രതീക്ഷ. ഫിൽ മമാതി, മരിക്കുന്ന സന്ദർഭവും, വഫിൽ മഹിയാ, ജീവിതകാലത്തും എന്റെ പ്രതീക്ഷ മുത്തനബിന്റെ മഹബത്താണ്. ഈ മൗലിദ് അവർ എഴുതിയതിന് ശേഷം ധാരാളം പ്രാവശ്യം മുത്തനബിനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അവര് യഖ്ലത്തിലും കണ്ടിട്ടുണ്ട്. അവര് വിത്രി തങ്ങള് മുത്തനബിന്റെ മുമ്പിൽ വെച്ച് ഈ ഖസായിദുൽ വിത്രി അങ്ങനെ ചൊല്ലുന്നു. സിദ്ദീഖുൽ അക്ബർ അടുത്തുണ്ട്, ഉമർ തങ്ങൾ അടുത്തുണ്ട്. ഇമാം വിത്രി തങ്ങൾ ഇത് കാണുകയാണ്, സ്വപ്നത്തിൽ കാണുകയാണ്. മുത്തനബിനെ കാണുന്നുണ്ട്, അടുത്ത് സിദ്ദീഖുൽ അക്ബർ, ഉമർ റളിയല്ലാഹു അൻഹു. ഈ കവിത അങ്ങനെ ചൊല്ലുന്നുണ്ട്, ഖസായിദുൽ വിത്രി യുസല്ലി സ്വലാത്ത്. സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു, മുത്തനബിയുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണല്ലോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സ്വാഹിബൈനി, രണ്ട് ഫ്രണ്ട്സുകൾ, സിദ്ദീഖുൽ അക്ബർ, ഉമർ റളിയല്ലാഹു അൻഹു, മുത്തനബിന്റെ അടുത്ത് ഇപ്പോഴുള്ള ആളുകൾ. അവരോട് പറഞ്ഞ്, കണ്ടോ എന്നെ കുറിച്ച് പറഞ്ഞത് കണ്ടോ, എന്തെല്ലാം രൂപത്തിൽ വർണ്ണിച്ചിരിക്കുന്നു എന്ന് അത്ഭുതകരമായി സന്തോഷപൂർവ്വം മുത്തനബി പറഞ്ഞതായി, ആ സ്വപ്നത്തിൽ പറഞ്ഞതായി. സഹോദരന്മാരെ, ആദവനാട് ബദരിയയിൽ നിന്ന് ഉമർ സഖാഫി ആദവനാടിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസിലേക്ക് വരാറുള്ള വിഭവ സമാഹരണം നമ്മുടെ മുഖാമിന്റെ പരിസരത്ത് എത്തിയിരിക്കുകയാണ്. ബഹുമാന്യരായ കൂറ്റമ്പാറ ഉസ്താദിന്റെയും ഉസ്താദിന്റെ മക്കളുടെയൊക്കെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. والبطول المستطابا والنبي ثم صحابا وعصاد ومضابا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي
وسلم. ബഹുമാനികളെ, ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിന്റെ തിരുഹദറത്തിലേക്ക് വിഭവങ്ങളുമായി ധാരാളം മുഅ്മിനീങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ. ആദവനാട് നിന്നും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഉമറാക്കൾ, പ്രവർത്തകർ, മുഹബ്ബീങ്ങൾ എല്ലാം സമാഹരിച്ചിരിക്കുന്ന വിഭവമാണ് ഇപ്പോൾ ഈ ഹദറത്തിൽ എത്തിയിട്ടുള്ളത്. അള്ളാഹുവേ, അവർക്ക് നീ ഖൈറ് നൽകണേ അല്ലാ, നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഉസ്താദിനൊപ്പം കൈപിടിച്ച് മുത്തുനബിയുടെ ഹദറത്തിലേക്ക് നടക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ ഭാഗ്യം നൽകണേ അല്ലാ. ബഹുമാന്യരായ ആദവനാടിലെ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ച ഈ വിഭവം സ്വീകരിക്കുന്നു ഉസ്താദിന്റെ മക്കൾ ചേർന്നുകൊണ്ട്. അള്ളാഹുവെ, ഈ സ്വീകരണത്തിന് ഹൗദുൽ കൗസറിന്റെ അടുത്ത് നീ പകരം നൽകണേ അല്ലാ, നീ പകരം നൽകണേ അല്ലാ. ഉസ്താദിന്റെ മുഹബ്ബീങ്ങളിൽ ചേർത്ത് ഞങ്ങളെല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്റ്റേജിൽ പരിപാടി തുടരുന്നു. അപ്പോൾ നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ സമയമായതുകൊണ്ട് ഇനി നീട്ടുന്നില്ല, അവസാനിപ്പിക്കുന്നു. ചുരുക്കത്തിൽ എല്ലാ മൗലിദിന്റെയും ലക്ഷ്യം, അതിന്റെ പശ്ചാത്തലം മുത്തുനബിയോട് അടുത്തുകൂടലാണ്, മുത്തുനബിയോടുള്ള സാമീപ്യം കിട്ടലാണ്. മുത്തുനബിയുടെ സ്വപ്നത്തിലും കാണാൻ ആഗ്രഹിച്ചവർ, മുത്തുനബിയെ സിയാറത്ത് ചെയ്യാൻ ആഗ്രഹിച്ചവർ, അതിന്റെ പേരിൽ കവിത ഉണ്ടാക്കിയവർ, അങ്ങനെ ഓരോ മൗലിദിന്റെയും ലക്ഷ്യം അവരുടെ സആദത്തു ദുനിയ വൽ ആഖിറ ലഭിക്കാൻ വേണ്ടിയാണ്. അത് ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓതുന്നവർക്കും അതേ ലക്ഷ്യങ്ങൾ ലഭിക്കുന്നതാണ്. അല്ലാഹു തആല നിർവഹിക്കുന്ന ഒരു അമലുണ്ടെങ്കിൽ അത് മൗലിദാണ്, അല്ലെ? അത് പറഞ്ഞ് ഞാൻ നിർത്തുക, ഒരു മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞ് നിർത്തുകയാണ്. അല്ലാഹു തആല നിസ്കരിക്കണില്ല, അല്ലാഹ് സുജൂദ് ചെയ്യണില്ല. അല്ലാഹു തആല ചെയ്യുന്ന ഒരു അമലുണ്ടെങ്കിൽ അല്ലാഹു പടപ്പും ദൈവവും പടപ്പും പാടെ ചെയ്യണേ, പടച്ചോനും പടപ്പോളും കൂടെ നിർവഹിക്കുന്ന ഒരു പണിയുണ്ടെങ്കിൽ അത് മുത്തുനബിന്റെ മദ്ഹ് മൗലിദ് ഓതല. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സല്ലൂന എന്നാണ്, സ്വലാത്തല്ല എന്ന്. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹ് പറയാന്നാണോ? ബുഖാരി പറഞ്ഞത് യുസല്ലൂനന്റെ അർത്ഥം അതല്ല, അതല്ല എന്നല്ല, അതുണ്ട്. യുസല്ലൂന എന്ന് പറഞ്ഞാല് ബുഖാരിയിലെ അർത്ഥം യംദഹൂന, അള്ളയും മലായികത്തും മുത്തുനബിനെ മദ്ഹ് ചെയ്യുന്നുണ്ട്. ഈ തഫ്സീറിന്റെ കൂട്ടത്തിൽ ഇമാം ബൈളാവി ആ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അള്ളയും മലായികത്തും മുത്തുനബിന്റെ മദ്ഹ് ചെയ്യാൻ, മുത്തുനബിന്റെ കാര്യം പ്രകീർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധ വെക്കുന്നു. ബൈളാവി ഇമാമിന്റെ അർത്ഥം യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു, മുഅ്മിനീങ്ങളെ നിങ്ങളും മുത്തുനബിന്റെ മദ്ഹ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധ വെക്കണം. എന്നാൽ അതിന് മനസ്സിലാക്കുക, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കുക മൗലിദിന്റെ പ്രാധാന്യം. ആ മൗലിദ് ഓതിയാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലാണെന്ന് ഇത് മനസ്സിലാക്കുക. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു മലായികത്തിനെ കൊണ്ട്, പക്ഷെ അള്ളാഹു തആല സുജൂദ് ചെയ്തിട്ടില്ല, അല്ലേ? എന്നാ പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, മുത്തുനബിനേക്കാൾ വലിയൊരാളില്ല, ആദം നബിക്ക് മലായികത്ത് സുജൂദ് ചെയ്തിട്ടുള്ളോ, മുത്തുനബിക്ക് മലായികത്ത് സുജൂദ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് രണ്ട് മറുപടി ഉണ്ട്. ഒരു മറുപടി, ആ ആദം നബിക്ക് സുജൂദ് അള്ളാഹ് ചെയ്തിട്ടില്ലേനു, ആ സുജൂദ് അപ്പൊ കഴിഞ്ഞും ചെയ്തു. ഇത് മുത്തുനബിനെ പഠിച്ചത് മുതൽ ഇന്നും എന്നും നിലനിൽക്കുന്ന, സ്വർഗത്ത് പോയാലും മൗലൂദിന് ഒഴിവില്ല. സ്വർഗത്ത് പോയാൽ നിസ്കാരം ഹജ്ജൊന്നുമില്ല അവിടെ, പക്ഷെ മൗലിദ് അവിടെയുണ്ട്. അപ്പൊ ഇന്നും എന്നും ഉള്ള ഒരു അമലാണ്, അള്ളാഹ് നിർവഹിക്കുന്ന ഒരു അമലാണ്. അത് ചെറുതാവൂല. അല്ലാഹു തആല ഇടപെട്ടൊരു വിഷയം അത് ഇമ്പോർട്ടന്റ് ആവാതിരിക്കൂല, അതിന് യാതൊരു കുറവും ഉണ്ടാവൂല. അതുകൊണ്ട് ബുദ്ധിയുള്ളവര് മനസ്സിലാക്കുക, അത്രയൊക്കെ പറയുള്ളൂ. മനുഷ്യന്മാരോട് അത്രയൊക്കെ പറഞ്ഞാൽ മതിയെന്നാ, അല്ലാത്തോലും മനുഷ്യന്മാരാവൂല. അപ്പോ അള്ളി മലായികത്തും മുത്തുനബിനെ വല്ലാതെ മദ്ഹ് ചെയ്യുന്നു. മുഅ്മിനീങ്ങളെ നിങ്ങളും മദ്ഹ് ചെയ്യുവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് തെറ്റുണ്ടെങ്കിലും അതൊക്കെ പൊറുക്കപ്പെടും, അതൊക്കെ ശഫാഅത്തോട് ശഫാഅത്തി ലി അഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി പറഞ്ഞിട്ടുണ്ട്. ഇഖ്ലാസോട് കൂടെ മൗലിദ് ഓതിക്കോളി. അത് ഏത് മൗലിദും, അതപ്പോ അടുത്തൊരു ഇറങ്ങിയൊരു മൗലിദാണ്. ഇവിടെ സ്റ്റാളിലൊക്കെ കിട്ടുന്ന ഒരു മൗലിദുണ്ട് മർക്കസിന്റെ ഭാഗത്തുനിന്ന്. മർക്കസിലെ ഒരു ഉസ്താദ്, ഒരു ചെറിയ ഉസ്താദ്, ഏതൊരു മൗലിദാണ്, മൗലിദുൽ ഹുസ്നൈൻ.
ലി സയ്യിദുൽ കൗനൈൻ എന്ന് പറഞ്ഞൊരു മൗലിദ്. അത് മുത്തുനബിന്റെ ചൊർക്ക് മാത്രം അതിൽ പറയണത്. മുത്തുനബിന്റെ ചൊർക്ക് മനസ്സിലാക്കിയാലേ മുത്തുനബിനോട് മഹബത്ത് ഉണ്ടാവും. ആ മുത്തുനബിന്റെ ചൊർക്ക്, 2 ചൊർക്കുണ്ട് മുത്തുനബിക്ക്. ഒന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ചൊർക്ക്, കാണുമ്പോഴൊക്കെ സ്വപ്നത്തിലോ യഖദത്തിലോ ഉണർവിയിലോ ഹയാത്ത് കാലത്തോ വഫാത്ത് ശേഷമൊക്കെ മുത്തുനബിനെ കാണുമ്പോൾ ആ ചൊർക്ക്, അതാണ് ഒരു ചൊർക്ക്. രണ്ടാമത്തെ ചൊർക്ക് ആന്തരികമായ ഭംഗി. എന്താ നമ്മളെ സഖാഫി കൊടുന്ന ഈ കിതാബ്, ഇത് പഴയ ഒരു നുസ്ഖന്, ഇതിന്റെ പുതിയ നുസ്ഖയും കൂടി ഇറങ്ങിയിട്ടുണ്ട്. മർക്കസിലുള്ള ചെറിയൊരു മുദരിസ് എഴുതിയതാണ്. അങ്ങനെ ആ മുദരിസിന് വലിപ്പം വീതിയുണ്ടോ നീളം എത്ര ഉണ്ട് എന്ന് നോക്കേണ്ട ആവശ്യമില്ല. മുത്തുനബിനെ പറ്റി എഴുതിയതാവുമ്പോ അത് വാങ്ങുന്നത് നല്ലതാ. കാരണം ആഖിർ സമാനായല്ലോ, ആഖിർ സമാനിൽ ഇറങ്ങിയ മൗലൂദാവുമ്പോ അതിനും കൂടെ ഒരു പ്രാധാന്യം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അതുകൊണ്ട് പൈസ അതിൽ നോക്കേണ്ടതിന്റെ അർത്ഥം അറിയാത്തപോലെ ഉസ്താദുമാരോട് ചോദിച്ചാൽ മതി. അറിവുള്ള ഉസ്താദുമാരോട് ചോദിക്കുക എന്താ അതിന്റെ അർത്ഥം, അതിന്റെ പരിഭാഷയും വരുന്നുണ്ട്. അപ്പോ എഴുതിയ ആളായപ്പോ സൈനുദ്ദീൻ മഖ്ദൂമിന് ഇപ്പൊ എഴുതാൻ കഴിയൂല, സൈനുദ്ദീൻ മഖ്ദൂം കബറിലായി പോയി. അപ്പൊ എഴുതിയ ആളിപ്പോ സൈനുദ്ദീൻ മഖ്ദൂമെന്നല്ല, ഒരു ചെറിയ മൗലിദായിരിക്കും. പക്ഷെ എന്നാലും മുത്തനബിനെ പറ്റി വല്ലാതെ വർണ്ണിച്ചൊരു മൗലിദായതുകൊണ്ട് അതിന് ആവശ്യമുള്ള ആളുകൾക്ക്, കാശുള്ള ആളുകൾക്ക് വാങ്ങാം. മുത്തനബിനോട് മഹബത്തുള്ള ആളുകൾക്ക് കാശൊക്കെ അല്ലാഹു തആല കൊടുക്കട്ടെ, അവർക്ക് വാങ്ങാവുന്നതാണ്. അത് കുറെ പ്രത്യേകതകളുള്ള മൗലിദാണ്. അത് ഇവിടെ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങൾക്ക് അതിന്റെ മലയാളമൊക്കെ വരുമ്പോൾ അറിയാൻ കഴിയും. അല്ലെങ്കിൽ എന്നെ തൗഫീഖുള്ളവര് എങ്ങനെയെങ്കിലുമൊക്കെ അറിയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ. കുണ്ടൂർ ഉസ്താദിന്റെ ഹളറത്തിലേക്ക് നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ മിസ്ലു സവാബ് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ. അവരോട് കൂടെ നാളെ മുത്തനബിയുടെ ഹളറത്തിലേക്ക് യാതൊരു ബുദ്ധിമുട്ടും മഹ്ശറിൽ ഉണ്ടാവാതെ മുത്തനബിയുടെ ജിവാറിലേക്ക് എത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. കുണ്ടൂർ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം കാണിച്ചു തരട്ടെ. ആമീൻ. നമ്മുടെ ഖൽബിനെ അല്ലാഹു തആല ശുദ്ധിയാക്കി തരട്ടെ. ആമീൻ. നമ്മളെ തഖ്വയിലും നമ്മളെ ഇസ്തിഖാമത്തിലും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ. തഖ്വയിലും ഇസ്തിഖാമത്തിലും അല്ലാഹു തആല നമ്മെ കുണ്ടൂർ ഉസ്താദിന്റെ മദദ് കൊണ്ട് സഹായിക്കട്ടെ. ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവസാനമായി പിലാക്കൽ ഉസ്താദ് പരിചയപ്പെടുത്തിയ ആ ചെറിയ എന്നാൽ വലിയ മുദരിസ് ബഹുമാനപ്പെട്ട പിലാക്കൽ ഉസ്താദ് തന്നെയാണ്. അള്ളാഹു അവിടുത്തെ ഇൽമിലും ഖിദ്മത്തിലൊക്കെ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അവിടുന്ന് രചിച്ച ഈ മൗലിദ് കിതാബ് എല്ലാവരും കൈപ്പറ്റുന്നത് വലിയ ഒരു